നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് 4P ന്യൂസിൻ്റെ ഇന്നത്തെ ലൈവിലേക്ക്. ഒരു മിനിറ്റ് താമസിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത്. ആദ്യം പതിവ് പോലെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 4P ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നിടത്ത് സീഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കുന്ന ധാരാളം വാർത്തകളുണ്ട്. സിദ്ദിഖ് AP, അലി, അതുപോലെ തന്നെ മുഹമ്മദ് ഷിഹാബ്, സതീഷ് ശ്രീധരൻ, ആസിഫ് രേരോത്ത്, മാത്യു അലി സൈമൺ, കെഫ്ലി ചേറ്റുവ, നൗഷാദ്, അതുപോലെ തമ്പി വർഗീസ്, അബ്ദുൽ സലാം CK, കമറുൻ നിസാർ T തിരുവനന്തപുരത്ത്, പ്രദീപ് രേരോത്ത് പ്രദീപ്. ഓക്കെ, തോമസ് കുട്ടി. എന്തായാലും നമുക്ക് ആരംഭിക്കാം, ഇനി വൈകിക്കുന്നില്ല. ആദ്യം കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബഹ്റിനിൽ കോവിഡ് ഇന്നലെ ബാധിച്ചത് 167 പേർക്കാണ്. നിലവിൽ രാജ്യത്തെ കോവിഡ് മരണങ്ങൾ 341 ആയിരിക്കുകയാണ്. നിലവിൽ 1549 പേരാണ് കോവിഡ് ബാധിച്ച് ബഹ്റിനിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 112 പേർക്ക് രോഗമുക്തിയും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെയായി രാജ്യത്ത് 85,710 പേർക്കാണ് രാജ്യത്ത് കോവിഡ് രോഗമുക്തി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 12 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. 2 കാര്യങ്ങൾ കൊണ്ട് ബഹ്റിനിലെ ആളുകൾക്ക് ആശ്വസിക്കാം. അതിൽ ആദ്യത്തേത് മരണങ്ങൾ ഒന്നും രേഖപ്പെടുത്താതെ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും വലിയൊരു നേട്ടമാണിത്. ആരോഗ്യ പ്രവർത്തകർക്ക് ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇന്നലെ വൈകുന്നേരത്തോടെ വന്ന വാർത്തയാണ്. ഇത് പ്രകാരം ബ്രിട്ടന് പിറകെ ബഹ്റിൻ എന്ന ഈ കൊച്ചു രാജ്യം കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന വലിയൊരു തീരുമാനമാണ്. ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ ഫൈസർ ബയോടെക് കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകുന്ന രണ്ടാമത്തെ രാജ്യമായി ബഹ്റിൻ മാറിയിരിക്കുകയാണ്. വിവിധ തലങ്ങളിലെ പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി എടുത്തിരിക്കുന്നത്. നേരത്തെ ചൈനയിൽ നിന്നുള്ള സിനോഫാം വാക്സിനും ബഹ്റിൻ അനുമതി നൽകിയിരുന്നു. കോവിഡ് പ്രതിരോധ രംഗത്ത് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കാണ് ഈ വാക്സിൻ ഇപ്പോൾ നൽകി വരുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാൻ ആധുനിക ലോകം സ്വീകരിക്കുന്ന എല്ലാ മാർഗങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ബഹ്റിൻ എടുക്കുന്നു എന്നത് ഈ രാജ്യത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്ന കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് കടന്നെത്തിയ ഫെബ്രുവരി മുതൽ ബഹ്റിൻ ഓരോ കാര്യങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് മരണനിരക്കൊക്കെ പിടിച്ചു നിർത്താനും രാജ്യത്തിന് സാധിക്കുന്നത്. ബഹ്റിനിലെ ഭരണാധികാരികൾക്കും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പല രാജ്യങ്ങളും വാക്സിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യയിൽ കോവിഡ് പ്രതിരോധ വാക്സിനായ സ്പുട്നിക് 5 ജനങ്ങൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. തലസ്ഥാനമായ മോസ്കോയിലെ ക്ലിനിക്കുകളിലൂടെയാണ് ഈ വാക്സിനേഷൻ നൽകുന്നത്. ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഇപ്പോൾ കുത്തിവയ്പ് നൽകി തുടങ്ങിയിരിക്കുന്നത്. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ ആശ്വാസവാക്കുകളുമായി ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. വാക്സിൻ പരീക്ഷണങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണെന്നും അതിനാൽ ലോകത്തിന് ഇനി സ്വപ്നം കണ്ടു തുടങ്ങാമെന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊറോണ കാലം സൃഷ്ടിച്ച പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നും ഉൽപ്പാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും ഒക്കെ പഴയ കാലത്തേക്ക് തിരിച്ചെത്താമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഒരു ഭാഗത്ത് സ്വപ്നം കാണാൻ പറയുമ്പോഴും ഇന്ത്യയിൽ കോവാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്ത് ദിവസങ്ങൾക്കകം ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രി അനിൽ വിജിന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയും ഇന്ന് വന്നിട്ടുണ്ട്. നവംബർ 20-ന് 3ാം ഘട്ട വാക്സിൻ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി വാക്സിൻ സ്വീകരിച്ചിരുന്നത്. നിലവിൽ 5 വാക്സിനുകളാണ് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലുള്ളത്. കേരളത്തിൻ്റെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 5848 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 32 മരണങ്ങളാണ് ഇന്ന് കോവിഡ് കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ 2390 ആയിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5820 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ 61,393 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലൊക്കെ കഴിയുന്നത്. ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 3,15,024 5,67,694 പേർ ഇതുവരെ കേരളത്തിൽ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ മുതൽ ഫോർമുല 1 റോളക്സ് സാക്കിർ ഗ്രാൻഡ് പ്രിക്സ് മത്സരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന പ്രാക്ടീസ് സെഷനിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യനായിരുന്ന ലൂയിസ് ഹാമിൽട്ടന് പകരം വന്ന ജോർജ് റസൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരുന്നു. റെഡ്ബുൾ ടീം അംഗമായ മാക്സ് വെർസ്റ്റപ്പാൻ അദ്ദേഹം പ്രാക്ടീസ് സെഷനിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരമായിരിക്കാം നാളെ ഉണ്ടാവുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ഗൾഫ് എയർ ഗ്രാൻഡ് പ്രിക്സിൽ വെർസ്റ്റപ്പാൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് യോഗ്യതാ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. നാളെ ഫൈനൽ മത്സരങ്ങൾ സാക്കിറിൽ നടക്കും. ബഹ്റിൻ ഇന്നലെ മുതൽ ആരംഭിച്ച മനാമ ഡയലോഗിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനി, അതുപോലെ തന്നെ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള അൽ സൗദ്,
ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദി, ജോർദാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഐമാൻ സഫാദി തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അല്ലെന്നും ISIS തീവ്രവാദവും ഇറാൻ ഭരണകൂടവുമാണെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മൈക്ക് പോംപിയോ വെർച്വൽ രീതിയിലാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അന്തരിച്ച ബഹ്റിൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫയുടെ നിര്യാണത്തിൽ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. മനമ ഡയലോഗിൻ്റെ 16ാമത് എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. 2ാമത്തെ ദിവസമായി ഇന്ന് കോവിഡ് പ്രത്യാഘാതങ്ങളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. നാളെ ഉച്ചകോടി സമാപിക്കും. ഇതുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന മറ്റൊരു കാര്യം, ഖത്തറുമായി ഗൾഫ് രാജ്യങ്ങൾ തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചാണ്. കുവൈത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു അനുരഞ്ജന ചർച്ചയ്ക്കൊക്കെ കളമൊരുങ്ങിയിരിക്കുന്നത്. 3.5 വർഷമായി തുടരുന്ന പ്രതിസന്ധിക്കാണ് ഉടനെ അന്ത്യമുണ്ടാകുമെന്ന് കരുതപ്പെടുന്നത്. എല്ലാ ഗൾഫ് നാടുകളിലെ പ്രവാസികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുരഞ്ജന ശ്രമങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നതും വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. യമനിലെ ഹൂതി വിമതർ ബന്ദികളാക്കിയ 2 മലയാളികളടക്കമുള്ള 14 പേർ നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. കോഴിക്കോട് സ്വദേശി പ്രവീണും വിഴിഞ്ഞം സ്വദേശി മുസ്തഫയും നാളെയാണ് നാട്ടിലെത്തുക. 9 മാസം മുമ്പ് യമൻ വഴി സൗദിയിലേക്ക് പോകുന്നതിനിടെയാണ് അതിർത്തി ലംഘിച്ചുവെന്ന് പറഞ്ഞ് 3 കപ്പലിലെ 14 ഇന്ത്യക്കാരെ ഹൂത്തിയിലെ വിമതർ ബന്ദികളാക്കിയത്. നവംബർ 29-നാണ് ഇവരെ മോചിപ്പിച്ചത്. ബഹ്റിലെ പ്രവാസി ലീഗൽ സെൽ കൺട്രി ഹെഡ് സുധീർ തിരുനിലത്ത് ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമഫലമായിട്ടാണ് ഇവരുടെ മോചനം സാധ്യമായത്. പിടിയിലായവർ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദുബായിലെത്തിയിട്ടുണ്ട്. നാളെ ഇവിടെ നിന്ന് മുംബൈ വഴി ഇവരുടെ നാടുകളിലേക്ക് തിരികെ എത്തുമെന്നും സുധീർ തിരുനിലത്ത് അറിയിച്ചിട്ടുണ്ട്. മനാമ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയിൽ 1160 വാഹനങ്ങളുടെ മുകളിലാണ് മുനിസിപ്പാലിറ്റി നീക്കുന്ന ഈ നോട്ടീസ് പതിച്ചിരുന്നത്. തുടർന്ന് 628 വാഹനങ്ങൾ ഉടമകൾ തന്നെ മാറ്റിയിരുന്നു. ബാക്കി വന്ന 532 വാഹനങ്ങളാണ് മുനിസിപ്പാലിറ്റി നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ വാഹന ഉടമകൾക്ക് പിഴയടക്കേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 മെയ് മാസം വന്ന ശുചീകരണ നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് കുറ്റകരമാണ്. 300 ദിനാർ വരെ പിഴയടക്കേണ്ട കുറ്റങ്ങളാണിത്. നിങ്ങളാരും തന്നെ ഇതിലൊക്കെ ഇല്ല എന്ന് വിശ്വസിക്കട്ടെ. ബഹ്റിനിൽ പൊതുമാപ്പിൻ്റെ കാലാവധി തീരാൻ ഇനി 25 ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഡിസംബർ 31-നാണ് ഇതിൻ്റെ കാലാവധി തീരുന്നത്. ഇതിനുശേഷം ബഹ്റിനിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഭീമമായ പിഴ അടക്കേണ്ടി വരും. എംബസിയും സാമൂഹ്യ പ്രവർത്തകരും ഇത് അല്പം കൂടി ഗൗരവമായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യാത്രാരേഖകൾ ഇല്ലാതെ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്കാണ് പൊതുമാപ്പിൻ്റെ അല്ലെങ്കിൽ ആംനസ്റ്റിയുടെ ആനുകൂല്യം ലഭിക്കുക. കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം അവസാനിപ്പിക്കാനായി കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച ഇന്ന് പരാജയപ്പെട്ടു. നിയമങ്ങൾ പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാട് കർഷക നേതാക്കൾ ആവർത്തിച്ചിരിക്കുകയാണ്. അതേസമയം നിയമങ്ങൾ പിൻവലിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പ്രാദേശിക ചന്തകൾക്കും സ്വകാര്യ ചന്തകൾക്കും തുല്യ പരിഗണന, കർഷകരും വ്യാപാരികളും തമ്മിലുള്ള തർക്കങ്ങൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് പകരം സിവിൽ കോടതി പരിഗണിക്കുമെന്ന 2 ഭേദഗതികളാണ് സർക്കാർ മുമ്പോട്ട് വെച്ചത്. എന്നാൽ നിയമങ്ങൾ ആദ്യം പിൻവലിക്കുക, പിന്നീട് ആവശ്യമെങ്കിൽ കർഷക സംഘടനകളുമായി ചർച്ച നടത്തി പുതിയ നിയമങ്ങൾ സർക്കാരിന് പാർലമെൻറ്റിൽ പാസ്സാക്കാമെന്നും കർഷകർ നിലപാടെടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ, അതുപോലെ റെയിൽവേ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, വാണിജ്യ സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് പങ്കെടുത്തത്. കർഷകരെ പ്രതിനിധീകരിച്ച് 40 സംഘടനാ നേതാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 8-ന് കർഷകർ പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന് 10 ട്രേഡ് യൂണിയനുകൾ ഇന്ന് പിന്തുണ നൽകിയിട്ടുണ്ട്. അതേസമയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ ഈ ബന്ദ് ഉണ്ടാകില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെ പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്ന വിവരം ഇന്ന് രജനീകാന്തിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് തമിഴരുവി മണിയൻ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. 234 നിയോജക മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടെയൊക്കെ ഇവർ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ധാരാളം വാർത്തകൾ ഇന്നും ഉണ്ടായിരുന്നു. കുറച്ച് സ്പീഡിലാണ് അതുകൊണ്ട് പറഞ്ഞു പോയത്. നിങ്ങളുടെ സമയം കളയണ്ട എന്ന് വെച്ചു. ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം. സജോ വർഗീസ്, ഹായ്. ജാബിർ കോട്ടക്കൽ, ബിജു പൊന്നൻ, ബഹ്റിൻ വാക്സിൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ജയകുമാർ KB. വലിയൊരു ചോദ്യമാണ്. അത് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് NHRA പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ബഹ്റിനിൽ അവൈലബിൾ ആകും എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഫാമിലി 2 ഡിസംബറിന് ബഹ്റിനിലെത്തി. എയർപോർട്ട് കോവിഡ് ടെസ്റ്റ് റിസൾട്ട് എത്ര ദിവസത്തിനുള്ളതാണ് അറിയുക? ഫാമിലി 2 ഡിസംബറിന് ബഹ്റിനിലെത്തിയിട്ട് നിർബന്ധമായും തീർച്ചയായിട്ടും
2-ാം തീയതി എത്തി, ഇന്ന് 5-ാം തീയതി ആയിരിക്കുന്നുള്ളൂ. 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കിട്ടേണ്ടതാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ 444 വിളിച്ച് ചെക്ക് ചെയ്യണം കേട്ടോ. സാധാരണ 3 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനുള്ളിലാണ് ആ റിസൾട്ട് ലഭിക്കുക. പ്രേംകുമാർ പി സജി, ഉമ്മർ സി എ, ജോയ് തട്ടിൽ, സജിനി, അതുപോലെ അർച്ചന ലുക്കു അറക്കൽ, രജീഷ് കാവിയിൽ. ബഹ്റിനിൽ വരുവാൻ കോവിഡ് ടെസ്റ്റ് വേണോ? വേണ്ട, നേരിട്ട് വരാൻ വേണ്ട. ദുബായ് വഴി വരികയാണെങ്കിൽ ദുബായിലേക്കുള്ള ടെസ്റ്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബഹ്റിനിലേക്ക് നേരിട്ട് വരാം. ബഹ്റിൻ എയർപോർട്ടിൽ ടെസ്റ്റ് ഉണ്ടാകും. ഇനി ബഹ്റിനിലേക്ക് എത്തിച്ചേരുന്നവർക്ക് എയർപോർട്ടിൽ വെച്ച് വാക്സിൻ എടുക്കൽ നിർബന്ധമാകുമോ? അങ്ങനെയൊന്നും ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല അബ്ദുൾ സത്താർ. അതൊന്നും വരാനായിട്ടില്ല കേട്ടോ. ഡിനിൽ കുറുമ്പയിൽ, അജിത് കുമാർ, കാജ അബ്ദുൾ, ഷൈജിൽ പി കെ, അബ്ദുറഹ്മാൻ, അതുപോലെ ഉഷ മുരളി, ജയൻ, മാത്യു തോമസ്, ജിജിമോൾ പുനലൂർ, നൗഫൽ പ്രസൻറ്റേഷൻ സൂപ്പർ ബ്രദർ, താങ്ക് യു. മുഹമ്മദ് ഇക്ബാൽ, സോജി ജോസഫ്, അബ്ദുൾ സത്താർ, അശോകൻ പി കെ, നിസാർ വടകര, ലിസി സാം, ബിജു കൂടാളി, ലിൻഡോ തോമസ്, ജോൺസൺ പി കെ, ഷരീജ് മുഹമ്മദ് തടത്തിൽ, ഹലോ പ്രദീപ് ബ്രദർ, അജി തോമസ്, സുഖാണോ, സുഭാഷ് ചോദിച്ചിരിക്കുന്നു, സിന്ധു പാലക്കാട്, സിറാജ്, അബ്ദുൾ അസീസ്, സുരേഷ് കെ വി, അജിത് വിദ്യാധരൻ, രഘു, മുഹമ്മദ് കുനിയിൽ, സജിത് കെ പി, ധാരാളം പേരുണ്ടല്ലോ. ഷിനിത്ത് വിജയൻ കല്ലറ, അനിൽ എം എസ്, സജിത് മളങ്കാവ്, അബ്ദുൾ അഹാദ്, സജീർ മോട്ടോ, ജോമി ജോൺസൺ, ഷാജുമോൻ, സുഭാഷ് ക്രിസ്റ്റഫർ. ഏകദേശം ഞാൻ എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. ബിജു ശിവൻപിള്ള, വിജയൻ കല്ലറ, അനിൽകുമാർ, ജോൺസൺ പി കെ, ജാബിർ കോട്ടക്കൽ. ഓക്കെ, ഏകദേശം എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. പക്ഷേ എല്ലാവർക്കും കമൻറ്റുകൾ അയച്ച ആശംസകൾ നേരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പതിവ് പോലെ ഇന്നത്തേക്ക് വിട പറയുകയാണ് ഞാൻ പ്രദീപ് പ്രവങ്കര. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്, താങ്ക് യു, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.